ഹായ് ഹലോ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. ചില സമയങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള ടൈമിൽ പാത്രത്തിൻ്റെ അടിക്ക് കരിഞ്ഞു പിടിച്ചിട്ട് ആ പാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ടണം. അഥവാ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് പഴയതുപോലെ പിന്നെ ആ പാത്രം ഉപയോഗിക്കാനും പറ്റാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. വളരെ എളുപ്പത്തിൽ ഒട്ടും എഫേർട്ടൊന്നും എടുക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. ഈ പാത്രത്തിൻ്റെ അവസ്ഥ നോക്കിയേ. ഞാൻ പാല് കാച്ചാനായിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് സിം മൂഡിലാക്കിയിട്ട് പോയതാണ്. പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേങ്കിൽ പിന്നെ ആ കാര്യം മറന്നുപോയി. ഇതെല്ലാം കത്തി കരിഞ്ഞ് ഇതിൻ്റെ സ്മെല്ല് വരുന്ന ടൈമിലാണ് ഞാൻ ഗ്യാസിൽ പാല് വെച്ച കാര്യം ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാത്രം ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇതൊരു വീഡിയോ എടുക്കാം. അപ്പം മറ്റുള്ളവർക്കും കൂടി ഉപയോഗപ്രദമാവുമല്ലോ എന്ന് കരുതി എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണാം. അപ്പം ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്. ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളത് കരിഞ്ഞ് പിടിച്ചിട്ട് ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു കറുത്ത കളർ വരുമല്ലോ, അതിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. ഞാനത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഇട്ട വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡിഷ് വാഷാണ്. ഏത് ഡിഷ് വാഷ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാമുള്ള ഈ 2 സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പം തന്നെ ഏകദേശം അതിൻ്റെ അടിക്ക് പിടിച്ച ആ കരിയെല്ലാം മാറി കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ഭക്ഷണ പദാർത്ഥങ്ങൾ പാത്രത്തിൻ്റെ അടിക്ക് കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മിക്കവാറും ഉള്ളവർക്ക് പറ്റുന്നൊരു അബദ്ധമാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ബർണറിൻ്റെ മുകളിൽ വെച്ചിട്ട് മറന്നു പോയിട്ട് ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാത്രം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് എത്രത്തോളം നമ്മൾ തിളപ്പിച്ചപ്പം തന്നെ ആ പാത്രം ക്ലീൻ ആയിട്ടുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നോക്കിയേ, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കരിഞ്ഞ പാടുകളെല്ലാം മാറി പാത്രം നല്ലതുപോലെ നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും കൊടുക്കേണ്ടതില്ല. വളരെ സിമ്പിളായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. മറ്റൊരു കാര്യം കൂടെ, ഞാൻ എൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ നിലവിളക്ക്, നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ആ ഒരു കരിയെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഒരു അഴുക്ക് മാത്രം സൈഡുകളിലൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. സാധാരണ നമ്മൾ ഇതുപോലെ അരിക്ക് പിടിച്ച പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് നേരം ഉരച്ച് കഴുകി നമ്മുടെ കൈയെല്ലാം നാശമാകാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം തന്നെ അറിയാം, നല്ല പോലെ തന്നെ ഏകദേശം പുതിയതുപോലൊക്കെ തന്നെ നമ്മൾ ആ പാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.